കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ഇന്ത്യ ഈ 3 നാടുകൾക്കും നടുവിൽ ഒരു സഖ്യം രൂപപ്പെടുകയാണ്. പ്രധാനമായും റഷ്യയ്ക്ക് അഫ്ഗാനിസ്ഥാനിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ റഷ്യ ചെയ്ത ഒരു തെറ്റ് അതിനെ ഇപ്പോൾ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, റഷ്യ ഈ ഒരു സഖ്യം ലോകത്തിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സഖ്യമായി മാറാൻ പോകുന്നത്? പ്രധാനമായും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അമേരിക്കയുടെ സ്വാധീനത്തെ പിന്നോക്കം തള്ളാൻ പോകുന്ന ഒരു സഖ്യമായി ഇത് മാറാൻ പോകുന്നു. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. സോവിയറ്റ് റഷ്യയുടെ തകർച്ച 1990 ഈ സോവിയറ്റ് യൂണിയൻ നശിച്ചതിൽ ഒരുപാട് പേർ ഒരുപാട് കാരണം പറഞ്ഞു. എന്നാൽ അതിൽ അഫ്ഗാനിസ്ഥാന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? അതെ, ശരിയാണ്. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ റഷ്യ ചെയ്ത ഒരു പ്രധാനപ്പെട്ട തെറ്റ് കാരണമാണ് സോവിയറ്റ് യൂണിയൻ നശിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ അഫ്ഗാനിസ്ഥാൻ എന്ന നാട് അറിയപ്പെടുന്നത് ഗ്രേവ് യാർഡ് ഓഫ് എംപയേഴ്സ് എന്നാണ്. അതായത് സാമ്രാജ്യങ്ങളുടെ ശവപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് ഒരു കാരണവുമുണ്ട്. ഇതിനു മുൻപ് അഫ്ഗാനിസ്ഥാൻ എന്ന നാടിനുള്ളിലേക്ക് ഏതൊക്കെ രാജ്യങ്ങളാണോ പടയൊരുക്കമെടുത്തത്, അല്ലെങ്കിൽ ഏതൊക്കെ നാടുകളാണോ അഫ്ഗാനിസ്ഥാനെ തന്റെ കാൽക്കീഴിലാക്കാൻ വിചാരിച്ചത്, അവരൊക്കെ അഫ്ഗാനിസ്ഥാനെ തൊട്ടതിന് ശേഷം അവർക്ക് അവരുടെ ഭരണം, മുഴുവൻ രാജ്യവും നശിച്ചു. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികൾക്ക് അഫ്ഗാനിസ്ഥാനുള്ളിൽ സൈനിക വിജയം നേടാൻ കഴിയാതെ പോയതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ ഈ സാമ്രാജ്യങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്നത്. ആ വിദേശ ശക്തികളിൽ ഒരാളായിരുന്നു സോവിയറ്റ് യൂണിയൻ റഷ്യ. 1979 അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രശ്നമുണ്ടായി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഈ DRAയ്ക്കും ആ നാടിനകത്തുള്ള ഒരു ആഭ്യന്തര സംഘടനയ്ക്കും ആ നാടിന് എതിരെയുള്ള ഒരു സംഘടനയ്ക്കും പ്രശ്നമുണ്ടാകുന്നു. ഇതിൽ യാതൊരു ബന്ധവുമില്ലാതെ സോവിയറ്റ് റഷ്യ അവരുടെ ഇൻഫ്ലുവൻസ് കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി 1979 ആദ്യമായി അഫ്ഗാനിസ്ഥാനുള്ളിലേക്ക് കാലുകുത്തി. ഇങ്ങനെ കാലുകുത്തിയതിനു ശേഷം 1989 10 വർഷം വരെയും അവിടെയുള്ള സൈനികർക്ക്, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സൈനികർക്ക് സോവിയറ്റ് യൂണിയൻ റഷ്യ സഹായം നൽകുന്നു. റഷ്യ നടത്തിയ വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഇതും ഒന്നാണ്. അടുത്ത ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ റഷ്യയ്ക്ക് എതിരെ യുദ്ധം ചെയ്ത അഫ്ഗാനിസ്ഥാനുള്ളിലെ ആഭ്യന്തര സൈനികർ, അതായത് ആ ഗവൺമെന്റിന് പ്രതികൂലമായി നിൽക്കുന്ന ചില സൈനികരുണ്ട്. അവർക്ക് അമേരിക്ക, ചൈന, ഈജിപ്ത്, കാനഡ തുടങ്ങിയ നാടുകൾ സഹായിക്കാൻ തുടങ്ങി. ഇൻഡയറക്റ്റായ സഹായങ്ങൾ CIA വഴി അവർക്ക് ലഭിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വേഴ്സസ് നാറ്റോ എന്ന ഒരു രീതിയിലേക്ക് യുദ്ധം മാറുന്നത്, അതുപോലെ സോവിയറ്റ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പല നാടുകൾ സഹായിച്ചു. അപ്പോൾ വരെയും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്നൊരു സംഘടനയില്ല. 1989 സോവിയറ്റ് റഷ്യയെ കൊണ്ട് ആ സമയം ഒന്നും ചെയ്യാനും സാധിച്ചില്ല. അത്രയും നാടുകളുടെ സഹായം ഓപ്പോസിറ്റ് പാർട്ടിക്ക് കിട്ടുന്നത് കൊണ്ട് സോവിയറ്റ് യൂണിയന് ചില നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി. 1,85,000 ജനങ്ങൾക്ക് പരിക്ക് സംഭവിച്ചു. 14,000 DRA സോൾജേഴ്സ്, 8,500 സോവിയറ്റ് റഷ്യൻ സോൾജേഴ്സ്, മറ്റൊരു ഭാഗത്ത് 39,000 റഷ്യക്കെതിരെയുള്ള സൈനികർ. ഇങ്ങനെ എല്ലാവർക്കും അധികമായ നഷ്ടം ആ ഒരു സമയത്ത് യുദ്ധത്തിൽ സംഭവിച്ചു. ഇത് കഴിഞ്ഞ് 1989 സോവിയറ്റ് റഷ്യ ഈ ഒരു യുദ്ധത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പുറത്തു വന്നിട്ട് 1989 മുതൽ 1992 വരെയും അടുത്ത അഫ്ഗാനിസ്ഥാൻ വാർ നടക്കുന്നു. വീണ്ടും 1992 മുതൽ 96 വരെയും മൂന്നാമത്തെ ഘട്ടമായ മറ്റൊരു സിവിൽ വാർ നടന്നു. ഇതിനുശേഷമായിരുന്നു താലിബാൻ എന്നൊരു സംഘടന തന്നെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ജനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേർ ചിന്തിക്കും, താലിബാൻ എന്നത് അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു സംഘടനയല്ലേ, അമേരിക്ക ഇതെങ്ങനെ ഉണ്ടാക്കാൻ സാധ്യതയെന്ന്. പക്ഷെ സത്യം അതല്ല. താലിബാൻസിനെ രൂപപ്പെടുത്തിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് CIAയ്ക്കും പാകിസ്ഥാനുമാണുള്ളത്. ഇത് നിങ്ങൾ വിശ്വസിച്ചേ മതിയാകും. ഇങ്ങനെ ഒരു സംഘടന രൂപം കൊള്ളാൻ, ഈ ഒരു സംഘടന ഇത്രത്തോളം ബലം പ്രാപിക്കാൻ കാരണം തന്നെ അമേരിക്കയാണ്. ഇങ്ങനെ 10 വർഷം ഈ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തതുകൊണ്ട് സോവിയറ്റ് റഷ്യയ്ക്ക് പല നഷ്ടങ്ങളുണ്ടായി. ആ സമയത്ത് അവർക്ക് പല പ്രത്യാഘാതമുണ്ടായി. കൂടാതെ ആ സമയത്ത് കോൾഡ് വാർ വളരെ തീവ്രമായി നടക്കുകയായിരുന്നു. മാത്രമല്ല അമേരിക്കയ്ക്കും സോവിയറ്റ് റഷ്യയ്ക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ആവശ്യമില്ലാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്ന് ഇത്രയേറെ ചിലവ് ചെയ്തതുകൊണ്ട് സോവിയറ്റ് റഷ്യയുടെ സാമ്പത്തിക നില തന്നെ താഴേക്ക് പോകാൻ തുടങ്ങി. അവരുടെ സാമ്പത്തിക സ്ഥിതി ഇടിഞ്ഞതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി അഫ്ഗാനിസ്ഥാൻ വാർ മാറി. വളരെ സിമ്പിളായി പറഞ്ഞാൽ സോവിയറ്റ് റഷ്യയുടെ ശവപ്പെട്ടിക്കുള്ളിൽ തറച്ച അവസാനത്തെ ആണിയായിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ വാർ. ഇതിനുശേഷം സോവിയറ്റ് റഷ്യ തകരുന്നു. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻസ് ഭരണം നടത്താൻ തുടങ്ങി. 9/11 അറ്റാക്സ് നടത്തി. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ റഷ്യ അഫ്ഗാനിസ്ഥാനിൽ കാലുകുത്തി അവർ അവരുടെ സാമ്രാജ്യത്തെ തന്നെ ശവപ്പറമ്പിലാക്കി. അതുപോലെ വീണ്ടും താലിബാൻസിനെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു, അവരെ വീഴ്ത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക ഇതേ അഫ്ഗാനിസ്ഥാനിൽ കാലുകുത്തുന്നു. അവരെ കൊണ്ടും ഒരുപാട് ദിവസം ഒന്നും അഫ്ഗാനിസ്ഥാനിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 2021 അവരും പുറത്തേക്ക് വരുന്നു.
ഇതായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ഒരു ചെറിയ ചരിത്രം. ഇപ്പോൾ ഈ ഒരു ചരിത്രത്തെ മാറ്റിവെച്ചിട്ട് റഷ്യ എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ കാര്യത്തിൽ ഇത്ര ഇൻവോൾവ് ആകുന്നു, അതിനെന്തുകൊണ്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു? റഷ്യയെ സംബന്ധിച്ച് അവർ മുൻപ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വാങ്ങിയ മുറിവുകളുടെ പാട്, അതായത് സോവിയറ്റ് റഷ്യയുടെ കാലത്ത് വാങ്ങിയ ആ മുറിവുകളുടെ പാട് ഇപ്പോഴും മാറിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ റഷ്യക്ക് എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു താല്പര്യം എന്ന് ചോദിച്ചാൽ, ഇതിന് മുൻപ് ഇങ്ങനെ ഒരു താല്പര്യമോ ഇൻട്രസ്റ്റോ ഇല്ലായിരുന്നു. ഈ തീവ്രവാദ അറ്റാക്കിന് ശേഷം, അൽ ഖ്വയ്ദ ചെയ്ത മോശമായ അറ്റാക്കിന് ശേഷം എല്ലാ നാടുകളും താലിബാനെ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലുള്ള ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളെ ബാൻ ചെയ്ത സംഘടനകളായി അറിയിക്കാൻ തുടങ്ങി. ഈ സമയം വ്ളാഡിമിർ പുടിനും അമേരിക്കയ്ക്ക് സപ്പോർട്ടായി താലിബൻസിനെയും താലിബൻ സപ്പോർട്ടായിട്ടുള്ള ഹക്കാനി നെറ്റ്വർക്കിന് കീഴിലുള്ള എല്ലാ ശാഖകളെയും ചേർത്ത് മുഴുവനായും ബാൻ ചെയ്യുന്നു. എന്നാൽ കാലങ്ങൾ പോകുന്തോറും റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു അവസ്ഥ എന്നത് പതിയെ പതിയെ മാറാൻ തുടങ്ങി. 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് വരുന്നു. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം. ഇത് രണ്ടിനും ഒരു വർഷത്തെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ബന്ധം വളരെ മോശമായ അവസ്ഥയിലെത്തി. ഇപ്പോൾ റഷ്യയ്ക്ക് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും രണ്ട് രീതിയിൽ അഫ്ഗാനിസ്ഥാനെ ആവശ്യമാണ്. ഇൻഡയറക്റ്റായ സഹായം എന്തെന്ന് ചോദിച്ചാൽ, അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ താലിബാൻ ഗവൺമെന്റിനെ ഇതുവരെയും ആരും അംഗീകരിച്ചില്ല. റഷ്യ അംഗീകരിച്ചാൽ റഷ്യയ്ക്ക് ഒരു നല്ല ട്രേഡിംഗ് പാർട്ട്ണറായി അഫ്ഗാനിസ്ഥാൻ മാറുമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നു. ഇത് കാരണമായി കാണിച്ചാണ് ഖസറിൽ നടന്ന എക്കണോമിക് ഫോറമിൽ പോലും താലിബാൻസിന്റെ ലീഡേഴ്സിനെ റഷ്യ ഇൻവൈറ്റ് ചെയ്തു. അവരും വന്നത് അറ്റൻഡ് ചെയ്തു. രണ്ടാമത്തെ കാരണം, ഈ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ്, ഏഷ്യൻ കോണ്ടിനെന്റിലുള്ള ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആയ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഖസിഖിസ്ഥാൻ, ഇവർക്കെല്ലാവർക്കും അഫ്ഗാനിസ്ഥാനുമായി നല്ലൊരു ബന്ധമുണ്ട്. ഈ കൺട്രീസുമായി റഷ്യയ്ക്ക് നല്ലൊരു ബന്ധം പുലർത്തണമെന്നുണ്ടെങ്കിൽ അവിടെയും താലിബാൻസിന്റെ സഹായം ആവശ്യമാണ്. മൂന്നാമത്തേത് അഫ്ഗാനിസ്ഥാനിലുള്ള മിനറൽസ് ആണ്. ഈ മിനറൽസിലൊന്ന് ലിഥിയം ഡെപ്പോസിറ്റ്. ലോകം മുഴുവനിലെയും 14ാമത്തെ സ്ഥലത്ത് അധികം മിനറൽ റിസോഴ്സ് ഉള്ള നാട് അഫ്ഗാനിസ്ഥാനാണ്. നാലാമത്തെ കാര്യം, അഫ്ഗാനിസ്ഥാനിൽ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജെം സ്റ്റോൺ ആയ ലബീസ് ലസൂലി. ഇത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ ഈ ഒരു ജെമ്മിന് വളരെ ഡിമാൻഡ് തന്നെയുണ്ട്. ഇവയെല്ലാം ഇൻഡയറക്റ്റ് ആയി കിട്ടുന്ന സഹായമാണ്. എന്നാൽ അടുത്തുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്, ഡയറക്റ്റ് കിട്ടുന്ന സഹായം. ഈ ഡയറക്റ്റ് കിട്ടുന്ന സഹായങ്ങളെ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെയാണ്. റഷ്യക്ക് എത്ര തന്നെ ഭൂമിശാസ്ത്രപരമായി വലിയ നാടായിരുന്നാലും അവിടെ ആളുകൾ വളരെ തുച്ഛമാണ്. ഈ ഒരു സമയത്ത് താലിബാൻ ഫൈറ്റേഴ്സിന്റെ, താലിബാൻ സപ്പോർട്ടേഴ്സിനെ റഷ്യ റിക്രൂട്ട് ചെയ്യുമെന്നുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എത്ര തന്നെ റഷ്യ ഇത് ഒഫീഷ്യലായി സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും അവരും സമ്മതിക്കില്ല. കാരണം ഒരു തീവ്രവാദ ഗ്രൂപ്പിലുള്ളവരെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരെ റഷ്യ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാകും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആളുകളുടെ എണ്ണസംഖ്യ വർദ്ധിപ്പിക്കണം. അതിനാൽ താലിബാൻസിന്റെ പക്കൽ നിന്നും മാൻ പവേഴ്സ് റഷ്യക്ക് കൊണ്ടുവരാൻ സാധിക്കും. അടുത്തത് US മെയ്ഡ് വെപ്പൺസ് ആണ്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, കണ്ണിന് പകരം കണ്ണ്. എങ്ങനെയാണോ അമേരിക്ക സോവിയറ്റ് വെപ്പൺസ് വാങ്ങി അത് സോവിയറ്റ് റഷ്യ നാടുകൾ വഴി ഉക്രൈന് കൊടുക്കുകയും ആ വെപ്പൺസ് ഉപയോഗിച്ച് തന്നെ റഷ്യയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്തിയത്, അതുപോലെ അമേരിക്കയുടെ ആയുധങ്ങൾ ഏകദേശം 7.5 ബില്യണോളം അളവിൽ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഗ്രനേഡ് ലോഞ്ചേഴ്സ്, റോക്കറ്റ് ലോഞ്ചേഴ്സ്, ചില ഇൻഫാൻട്രി വെഹിക്കിൾസ്, അതുകൂടാതെ ടൺ കണക്കിന് പല ലക്ഷം വെടിമരുന്ന്, ഇവയെല്ലാം ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിനുള്ളിൽ എവിടേക്കോ മറഞ്ഞു കിടപ്പുണ്ട്. ഇതിൽ ചില റിസോഴ്സ് മാത്രമാണ് താലിബാൻസ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഭൂമിക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന പല ആയുധ കൂമ്പാരം താലിബാൻസിന്റെ കയ്യിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇത് റഷ്യയുടെ രണ്ടാമത്തെ താല്പര്യമാണ്. ഇത് രണ്ടും റഷ്യക്ക് ലഭിച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ തടയുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമേ ആയിരിക്കില്ല. മൂന്നാമത്തെ കാര്യം ഒരു കോമൺ ആയ താല്പര്യമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ എതിർപ്പ്. താലിബാൻസിനെ സംബന്ധിച്ച് അവർ രൂപപ്പെടാൻ കാരണം അമേരിക്ക ആയാൽ കൂടിയും അഫ്ഗാനിസ്ഥാൻ കടന്നുകയറ്റത്തിൽ അമേരിക്ക താലിബാൻസിനെ കൊന്നൊടുക്കി. കൂടെ ചേർന്ന് പാകിസ്ഥാനും അമേരിക്കയെ സഹായിക്കുന്നു എന്ന പേര് താലിബാൻസിനെ എത്രത്തോളം വേട്ടയാടാൻ സാധിക്കുമോ അത്രത്തോളം വേട്ടയാടി. ഇപ്പോൾ റഷ്യയ്ക്കും ശത്രു അമേരിക്ക, താലിബാൻസിന് ശത്രുവും അമേരിക്ക. ഇങ്ങനെയുള്ളപ്പോൾ ഈ രണ്ടുപേരുടെ താല്പര്യവും ഒരു പോയിന്റിൽ ഒന്ന് നിൽക്കും. അതുകൂടാതെ ഈ അമേരിക്കൻ സോൾജേഴ്സിനെ തുരത്തി ഓടിച്ച കഴിവെന്നത്, ആ ഒരു അനുഭവം താലിബാൻസിനുള്ളത് കൊണ്ട് ഇത് ഒരിക്കലും റഷ്യ മിസ് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം അമേരിക്ക, അഫ്ഗാനിസ്ഥാൻ, താലിബാൻ, റഷ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മാത്രമാണ് അഫ്ഗാനിസ്ഥാനെ ആശ്രയിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് എക്കണോമിക്കൽ ഗ്രോത്ത് വൈസ് നമുക്ക് അഫ്ഗാനിസ്ഥാനെ ആവശ്യമാണ്. സ്ട്രാറ്റജിക്കൽ വൈസ് നോക്കിയാൽ പാകിസ്ഥാൻ ഒരു ചെക്ക് വെക്കണം. നമ്മൾ സമാധാനത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഡൈവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ അവരെ ബിസിയാക്കണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ആദ്യത്തെ ഓപ്ഷൻ അഫ്ഗാനിസ്ഥാനാണ്. നേരത്തെ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ അവരിപ്പോൾ ബിസി ആയിരിക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ നമ്മളെ ശ്രദ്ധിക്കാത്തത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വരെയും 2.9 ബില്യൺ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇന്ത്യ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
ഇതുവഴി ഒരു നല്ല കണക്ടിവിറ്റി ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിനും ഇന്ത്യക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇറാനിൽ നമുക്ക് ചബഹർ പോർട്ട് എന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇന്ത്യ വിചാരിച്ചാൽ കടൽ വഴി അഫ്ഗാനിസ്ഥാൻ ഈ ഒരു പോർട്ടുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ എടുക്കുന്നുണ്ട്. എത്ര തന്നെ താലിബാൻ ഒരു തീവ്രവാദ ഗ്രൂപ്പായിരുന്നാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നോക്കിയാൽ താലിബാൻ ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതുകൊണ്ടാണ് ഈ 3 നാടുകൾ അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, റഷ്യ ഈ 3 നാടുകളും ഒരു സഖ്യം വയ്ക്കാൻ തയ്യാറാകുന്നത്. ഇതിൽ റഷ്യയുടെ പങ്കും ഇന്ത്യയുടെ പങ്കും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. എന്നാൽ ഈ താലിബാൻസിനെ സംബന്ധിച്ച് നമ്മൾ എത്ര പെട്ടെന്ന് അവരെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഇന്ത്യക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നും നോക്കിയാൽ ആരാണോ അവരെ വളർത്തിവിട്ടത്, ആരാണോ അവരെ സപ്പോർട്ട് ചെയ്തത്, ആരാണോ അവരെ എതിർത്ത് നിന്നത്, ഇതൊന്നും അവർ കണക്കിലെടുക്കാതെ അവരുടെ താല്പര്യങ്ങൾ മാത്രം നോക്കിയാണ് അവർ പോകുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വളരെ ശ്രദ്ധാലുവായിരിക്കണം. കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം എന്നത് ഒട്ടും തന്നെ ഇല്ല, 0% പോലും ഇല്ല. അതിനായി ഒരു അഭ്യർത്ഥന നടത്തിയാൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് പബ്ലിക് സപ്പോർട്ട് വർദ്ധിക്കും. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു നാടിനുള്ളിൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് മാത്രം പോരാ, അവിടെയുള്ള പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ലോകത്ത് തന്നെയുണ്ട്. അതിനാൽ ഇന്ത്യ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ, താലിബാൻ, റഷ്യ ഈ ഒരു സഖ്യം എത്രത്തോളം വലുതായി മാറും, ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ നന്മകൾ വരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.